ഷീല തൻ്റെ ഇരട്ട സഹോദരിയെ പ്രഭയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് അപ്പോഴും കിട്ടിയത്. അപ്പോഴാണ് പ്രഭയുടെ മകനായ ശ്യാം തൻ്റെ അമ്മയുടെ സഹോദരി ഷീലയുടെ അടുത്തേക്ക് വന്നത്. വല്യമ്മ പരിഭ്രമം കണ്ടിട്ട് അവനെ ഒന്ന് നോക്കി. വാടാ കണ്ണ, എന്താടാ കണ്ണ, നിന്റെ മുഖത്ത് വല്ലാതെ ഇരിക്കുന്നു. നിനക്ക് പ്രഭ ഒന്നും ഉണ്ടാക്കി തരാറില്ലേടാ? അവർ നിഷ്കളങ്കതയോടെ ചോദിച്ചു. അവൻ അവരെ നോക്കി. അമ്മ ശങ്കരൻ എന്ന ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി, അവൻ പറഞ്ഞു. കേട്ട ഞെട്ടലിൽ കയ്യിലിരുന്ന ഫോൺ താഴേക്ക് നിലച്ചുപോയി ഷീല. നീ എന്താടാ ഈ പറയുന്നേ എന്നവർ ചോദിച്ചു. ഇതിലിപ്പോ ഇത്ര ഞെട്ടാൻ എന്തിരിക്കുന്നു വല്യമ്മേ? അവർ പോയി എന്ന് മടുപ്പോടെ പറഞ്ഞിട്ട് അവൻ ഷീലയെ മാറിക്കടന്ന് ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് ചെന്നിരുന്നു. ഇത്രയും വലിയ ഒരു മോനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് അവൾ പോയോ? അവരുടെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ശ്യാം തൻ്റെ അമ്മയുടെ സഹോദരിയായ ഷീലയോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ഷീലക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എൻ്റെ സ്വന്തം ഇരട്ട സഹോദരി പ്രഭ തന്നെയാണോ ഈ ചതിയെല്ലാം നിങ്ങളോട് ചെയ്തത്? ഷീല ചോദിച്ചു. അതേ വല്യമ്മേ, അന്യായമായ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് മറ്റൊരുത്തി ക്രൂരമായി പീഡിപ്പിച്ച് ഇനിയെങ്കിലും രുദ്രേട്ടനും മീരയും സമാധാനോടെ ജീവിക്കട്ടെ. അച്ഛൻ എന്തായാലും അമ്മയെ വിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നെക്കുറിച്ച് പോലും ഓർക്കാതെ പോയതാണമ്മ, അവനും വിഷമത്തോടെ പറഞ്ഞു. ഷീല തലയിൽ കൈവച്ചു പോയി. തൻ്റെ കൂടപ്പിറപ്പിൻ്റെ ബുദ്ധി എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയതെന്ന് ഓർത്ത് അവർക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഷീലയും പ്രഭയും പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. മകനായ ശ്യാം മാത്രമാണ് അപ്പോ ഇപ്പോഴായി വലിയമ്മയുടെ ആ വീട്ടിലേക്ക് പോയി വരാറുള്ളതും. ഞാൻ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്നു കാവ്യ. കണ്ട ചോരയുടെ നിറം പോലെ ഉണ്ടായിരുന്ന ആ ഹൽവക്ക് ഇതെന്ത് ഹൽവയാടി? കൈ തൊടുന്നതിന് മുൻപ് തന്നെ ശ്യാം ഒരു മുൻകരുതലോടെ അവളോടായി ചോദിച്ചു. അത് ബീറ്റ്റൂട്ട് ഹൽവയാ. അതെന്താടി ഒരു ഹാ ഒക്കെ? നല്ലോണം സംസാരിക്കാൻ പഠിക്കില്ലേ നീ ഇതുവരെ എന്ന് കളിയാക്കിക്കൊണ്ട് അവൻ ചൂണ്ടുവിരൽ കുറച്ചെടുത്ത് നാക്കിൽ വെച്ച് നോക്കി. ഉവ്വേ, വയറ്റിൽ കൈവച്ച് ഓക്കാനിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എടി, എന്തിനാടി ഇതിൽ ഇത്രയും ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് നീ? അത് കേട്ട് മീച്ചു നിന്ന് കാവ്യ പറഞ്ഞു. അമ്മയല്ലേ പറഞ്ഞത് ഏത് മധുരത്തും ഉണ്ടാക്കിയാലും കുറച്ച് ഉപ്പിടണമെന്ന്. ആ ഉപ്പാണ് മധുരത്തിൻ്റെ ടേസ്റ്റ് കൂട്ടിത്തരുന്നത് എന്ന് അവൾ സങ്കടത്തോടെ പറഞ്ഞു. ശീല സംശയത്തോടെ കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയതും അടുത്ത നിമിഷം തന്നെ ജനലിലൂടെ അവർ അത് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. എടി, ഒരു നുള്ളു ഉപ്പിടാനാ ഞാൻ പറഞ്ഞത്, അല്ലാതെ 4 ടീസ്പൂൺ ഇടാനല്ല നിന്നോട് പറഞ്ഞത്. ഷീല ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. 4 കപ്പ് പഞ്ചസാര ഇടുമ്പോൾ 4 സ്പൂൺ ഉപ്പിട്ട് എന്താ കുഴപ്പം? കാവ് വാശിയോടെ ചോദിച്ചു. ഷീല നെറ്റിയിൽ കൈവച്ച് പോയി. താൻ അത്രയും ലാളിച്ച് വളർത്തിയ മകൾ കെട്ടിയവൻ്റെ അടുത്ത് പോകുന്നത് ഓർത്ത് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവർക്കാകെ ആശങ്കയായി. ദയവ് ചെയ്ത് ഇനി നീ അടുക്കളയിലൊന്നും കയറരുത് കാവ്യ എന്ന് ശ്യാമും ദേഷ്യപ്പെട്ടു. അവൾ ചുണ്ട് പിഴുത് കാട്ടിയിട്ട് വേറെ എന്തോ ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഓടിപ്പോറി. ഇവൾക്ക് പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷീല തൻ്റെ ബാക്കി ജോലികൾ നോക്കിപ്പോയി. ഈ സമയം ഹിരണ്യ ഒന്നും മിണ്ടാതെ തരിച്ചു തന്നെ ഇരിക്കുകയാണ്. കാർത്തികിൻ്റെ നമ്പറിലേക്ക് അവൾ 1000 വട്ടമെങ്കിൽ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ കാൾ കണക്ട് ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവൾ പേടിച്ചവൾ ഫോൺ കട്ട് ചെയ്ത് കളയും. അടുത്ത 2 ദിവസങ്ങളും അവൻ്റെ ഓർമ്മകളിൽ തന്നെയാണ് അവൾ കഴിച്ചു കൂട്ടിയത്. ഒടുവിൽ മനസ്സിന് ധൈര്യം സംഭരിച്ച് അവൾ അവനെ ഒന്നുകൂടി വിളിച്ചു. അവന് വേണ്ടി മാത്രമാണ് അവൾ വിളിച്ചതും. അതേസമയം ബോർഡ് മീറ്റിംഗിൽ ഡയറക്ടർമാരുടെ നടന്ന ചർച്ചയിൽ വിചാരിച്ച പോലെ നല്ല രീതിയിലല്ല മുന്നോട്ട് പോയത്. അതിൻ്റെ കടുത്ത ദേഷ്യത്തിലാണ് കാർത്തികും. ജെയിംസും ഇവനും അത്രയധികം ചിന്തിച്ച് കഷ്ടപ്പെട്ടിട്ടും കമ്പനിയുടെ ലാഭം 1% പോലും കൂട്ടാൻ പറ്റിയില്ല. പുതിയ ബിസിനസ് ശ്രമങ്ങളെല്ലാം വലിയ പരാജയത്തിലാണ് ചെന്നവസാനിച്ചത്. കാർത്തിക് തൻ്റെ അച്ഛനെ ഓർത്ത് എപ്പോഴും സ്വന്തമായി സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണല്ലോ എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തലക്ക് കൈ കൊടുത്തിരിക്കുകയെന്ന് അവൻ്റെ ഫോൺ പെട്ടെന്ന് ബെല്ലടിച്ചതും അവനടുത്ത് കാതിൽ വെച്ചു. ആകെ കലിപ്പിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാൻ പോലും അവൻ നിന്നില്ല. ഹലോ, ഹൂ ഈസ് ദാറ്റ്? അവൻ തൻ്റെ പരമാവധി ദേഷ്യം അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിലെ ദേഷ്യം അവൾക്ക് വ്യക്തമായി മനസ്സിലായി. ഇത്രയും കാലം ഈ നമ്പറിലേക്ക് കാത്തിരുന്ന് വിളിച്ചവൾ ഇന്ന് അവൻ ആരാണെന്ന് ചോദിച്ചതും കൂടുതൽ ഭയന്നു പോയി. സംസാരിക്കാനൊട്ടും ധൈര്യം വരാതെ അവൾ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്തു. അവൾക്ക് അവനോട് എന്ത് സംസാരിക്കണമെന്ന് അറിയാതെയായി.
അവനും രുദ്രൻ രാഹുലിൻ്റെയും പോലെയാകുമോ എന്നൊക്കെയുള്ള ആദി അവളുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും വെങ്കിടി അത്രയും പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഓർത്ത് കാത്തിരിക്കുന്ന ഒരാൾ അവനെ അവൾക്ക് മറക്കാനും പറ്റില്ല. മറക്കാൻ ശ്രമിക്കുന്തോറും അത്രമേൽ ആയത്തിൽ അവൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. കാർത്തികാകട്ടെ ആശയക്കുഴപ്പത്തോടെ ഫോണിലേക്ക് നോക്കി. അത് തൻ്റെ ഹിരണ്യ ആയിരിക്കുമോ? ഒരു നിമിഷം പോലും കളയാതെ അവൻ അവൾക്ക് തിരിച്ചു വിളിച്ചു. ഹിരണ്യയോട് നിന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വെങ്കിടി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ വിളിക്കുമെന്ന് 3 ദിവസമായി കാത്തിരുന്നിട്ടുണ്ട് അവൻ. ഒടുവിൽ അവൾ വിളിച്ചപ്പോൾ ദേഷ്യപ്പെട്ട് കട്ട് ചെയ്യിപ്പിച്ചല്ലോ എന്നോർത്ത് അവൻ സ്വയം ശപിച്ചുപോയി. അപ്പുറത്ത് മടിച്ചാണ് അവൾ ഫോണെടുത്തത്. ഹിരണ്യ. അവൻ്റെ ആ ഒരൊറ്റ വിളിയിൽ അവളുടെ മനസ്സാക്കി ഉരുക്കിപ്പോയി. ആ ശബ്ദത്തിലുണ്ടായിരുന്ന ആവേശവും സ്നേഹവും അവളെ എന്തൊക്കെ ചെയ്തു കളഞ്ഞുപോയി. ഹിരണ്യ, ഇത് നീ തന്നെയാണോ? റിയലി? അവൻ ആത്രമായി ചോദിച്ചു. ഉമിനീരിറക്കിക്കൊണ്ട് അവൾ ഹലോ എന്ന് പറഞ്ഞു. പറയാൻ നോക്കിയിട്ടും പേടി കാരണം അതിനുമപ്പുറം വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അവളുടെ. ഹിരു. കണ്ണുകൾ പൂട്ടി അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. ശരീരത്തിലേക്ക് ഒരു പുതിയ ഊർജം കയറുന്നത് പോലെ അവളുടെ ആ ശബ്ദം കേട്ടപ്പോൾ അവന് തോന്നി. ഹൗ ആർ യു ഹിരണ്യ? ഫൈൻ. വിറക്കുന്ന തൻ്റെ ശബ്ദം എങ്ങനെ ശരിയാക്കുമെന്ന് അവൾ ഒരു വഴിയും തോന്നിയില്ല. എന്തു പറ്റി ഹിരു? എന്താ ഇങ്ങനെ വിക്കി സംസാരിക്കുന്ന നീ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഏയ് ഇല്ല, ഞാൻ സുഖമായിരിക്കുന്നു. സംസാരിക്കാൻ ചെറിയൊരു മടി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇടത് കൈകൊണ്ട് തൻ്റെ മുഖം മറച്ചു പിടിച്ചു. അവളുടെ വിറയിൽ കേട്ട് കാർത്തികിന് ഉള്ളിൽ ചിരി വന്നു. നമുക്ക് നല്ല ഫ്രണ്ട്സായിരിക്കാമോ ഹിരു? അവളുടെ മടി കണ്ട് അവൻ പതുക്കെ ചോദിച്ചു. ശരി എന്ന് മറുപടി പറഞ്ഞവൾക്ക് ആകെ തൊണ്ട വറ്റുന്നത് പോലെ തോന്നിക്കൊണ്ട് മേശപ്പുറത്തിരുന്ന വെള്ളമെടുത്ത് കുടുകുടാ കുടിച്ചു തീർത്തു അവൾ. അവളുടെ ഉള്ളിലെ അപായവും പരിഭ്രമം കാർത്തികിനൊട്ടും മനസ്സിലായില്ല. ആർ യു ഓക്കെ? ഞാൻ ഓക്കെയാണ് എന്നവൾ പ്രയാസപ്പെട്ടു പറഞ്ഞ് അവൾ ചോദിച്ചു. നിങ്ങൾ സുഖമായിരിക്കുന്നു? ഗുഡ് എന്നവൻ്റെ മറുപടി വരുമ്പോഴേക്കും അവൻ്റെ ശബ്ദം അത്രമേൽ മൃദുവായി മാറിക്കഴിഞ്ഞിരുന്നു. അവൾക്ക് പക്ഷേ അതിനു കഴിഞ്ഞില്ല. ഞാൻ അപ്പുറം കോൾ ചെയ്യാം എന്നവൻ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഹിരണ്യ പരിഭ്രമത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഫോണിൻ്റെ മറുതലക്കൽ കാർത്തിക് പതുക്കെ ചിരിച്ചു. ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ തൻ്റെ ദേഷ്യമെല്ലാം മാറി സ്വയം മറന്ന് ചിരിക്കാൻ തുടങ്ങി. ഹാവ് എ നൈസ് ഡേ എന്ന് അവൾക്കൊരു മെസ്സേജും അയച്ചു കൊടുത്തു. ഹിരണ്യ ആകട്ടെ ആകെ തണുത്തു വിറക്കുന്നത് പോലെ തോന്നി. പിറ്റേന്ന് ഓഫീസിൽ വെങ്കിടി ഹിരണ്യയുടെ കൂടെ ലഞ്ച് കഴിക്കാനിരുന്നു. നിന്റെ നാടേതാ? അപ്പോഴും അവൾ മൗനം പാലിച്ചു. ഓക്കെ, നീ എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങിയത്? എനിക്ക് അറിയാമോ? നീ ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ? അവൻ മടിയോടെ ചോദിച്ചു. നിലത്തേക്ക് നോക്കിയിരുന്നവൾ അല്ല എന്ന രീതിയിൽ തലയാട്ടി. പിന്നെ? എനിക്കന്ന് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ലായിരുന്നു. മനസ്സാകെ വല്ലാതെയായിരുന്നു. കടുത്ത ഡിപ്രഷൻ. എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥ. ആത്മഹത്യ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ റോഡിലേക്ക് പോയത്. പക്ഷെ ലോറി വരുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അപ്പോഴാണ് അദ്ദേഹം വന്നത് എന്നവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. 1000 രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 500 രൂപ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂടെ പോയി. ആ പൈസക്ക് വിഷം വാങ്ങി മരിക്കാം, അല്ലാതെ അതാകുമ്പോൾ ചാവാനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോഴും അവളുടെ ശബ്ദം ആകെ ഇടറുന്നുണ്ടായിരുന്നു. അത് കേട്ട് വെങ്കിടി കയ്യിലുന്ന വാട്ടർ ബോട്ടിൽ തറയിലേക്ക് വീണുപോയി. നിനക്കത് ഭ്രാന്താണോ പെണ്ണെ എന്ന് ചോദിക്കാൻ തുടങ്ങിയ അവൻ്റെ ശബ്ദം പെട്ടെന്ന് അടഞ്ഞുപോയി. എൻ്റെ കുടുംബം ആകെ തകർന്നു പോയി സർ. എന്നെക്കൊണ്ട് തന്നെ അതില്ലാതായത്. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? ജീവിക്കാൻ പോലും യോഗ്യതയില്ലാത്തവളാണ് ഞാൻ എന്ന് പറഞ്ഞ് കുലുങ്ങി അവൾ ഇരുന്ന് കരയാൻ തുടങ്ങി. അവളെ അവൻ സങ്കടത്തോടെ നോക്കി നിന്നു. ആത്മഹത്യക്ക് ചെയ്യുന്നത് തെറ്റാണ് ഹിരണ്യ. ജീവിക്കാൻ നമുക്ക് 1000 കാരണങ്ങളുണ്ടാകും. അവൻ പറയുന്നത് കേട്ട് അവൾ പതുക്കെ തലയാട്ടി. വൈകിയാണെങ്കിലും എനിക്കത് മനസ്സിലായി. പക്ഷെ കാർത്തികിനെ കണ്ടതിന് ശേഷം എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ജീവിതം ഏതോ വലിയ ചുഴിയിൽ പെട്ടുപോയതുപോലെയായി. എങ്ങോട്ട് നോക്കിയാലും ഒരു വഴി പോലുമില്ലാത്ത അവസ്ഥ. ജീവിതം ഇവിടെ വെച്ച് ആകെ ഫ്രീസായി പോയതുപോലെ തോന്നി അവൾ സങ്കടത്തോടെ പറഞ്ഞു. വെങ്കിടിക്ക് ആദ്യമായി തൻ്റെ അമ്മായിയുടെ മകനെ ഓർത്ത് കാർത്തികിനെ ഓർത്ത് അഭിമാനം തോന്നി. മരണത്തിൻ്റെ വക്കിൽ രക്ഷപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ നിൽക്കുന്ന അവളുടെ അവസ്ഥ അവൻ മനസ്സിലാക്കി.
അവളുടെ മുഖത്തു നിന്ന് കൈകൾ മാറ്റി. അവളുടെ കണ്ണീര് കണ്ട് അവൻ തൻ്റെ കർച്ചീഫ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇറ്റ്സ് ഓക്കെ. ഇന്ന് നിനക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അത് എനിക്ക് വൈകിയാണ് മനസ്സിലായത് എന്നവൾ പറഞ്ഞ് കണ്ണുകൾ തുടച്ചു. താങ്ക്സ് സർ. എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നുവെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ എനിക്ക് ചെയ്യുന്ന ഈ സഹായത്തിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, അവൾ പറഞ്ഞു. ജസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം നമ്മൾ, അതുപോരെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കി. നമുക്ക് അവനോട്, അതായത് കാർത്തികിനോട് സംസാരിച്ചാലോ? അവൻ പതുക്കെ കാര്യത്തിലേക്ക് കടന്നു. അതോടെ അവളുടെ മുഖം വീണ്ടും വാടിപ്പോയി. നമ്മൾ ഫ്രണ്ട്സാണ് പറഞ്ഞതല്ലേ ഹിരണ്യ? ആദ്യം എന്നെ ഒന്ന് വിശ്വസിക്കുന്നേ, എന്നിട്ട് നിന്റെ പ്രശ്നം എന്താണെന്ന് പറ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഉപദേശമോ അതോ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അവൻ അവൾക്ക് ധൈര്യം നൽകി. പറ്റുന്നില്ല, അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നെ ഇത് ആകെ പ്രയാസമായി തോന്നുന്നു എന്ന് പറഞ്ഞവൾ മടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചുണ്ടുകൾ കടിച്ചുകൊണ്ട് കാര്യങ്ങൾ എങ്ങനെ പറയണമെന്ന് അറിയാതെ അവൾ ആകെ വിഷമിച്ചു. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിച്ചു. ആ കാര്യം അവനോട് തുറന്നു പറയാൻ അവൾക്കാകെ മടി. ഓക്കെ ഓക്കെ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ പറയണ്ട, നീ അവനോട് തന്നെ നേരിട്ട് സംസാരിച്ചോ എന്ന് പറഞ്ഞ് വെങ്കടി ഇടയ്ക്ക് കയറി സംസാരിച്ചു. പക്ഷെ അവൾക്ക് അവനോട് മാത്രം ഇത് എങ്ങനെ തുറന്നു പറയാൻ കഴിയും എന്ന ചിന്ത അവളിൽ ഉദിച്ചു.